ഹലോ എവരിവൺ, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നു, ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു, സേഫായിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഇന്ന് വളരെ ഹാപ്പിയാണ്. കാരണം എന്താ പറഞ്ഞ കുഞ്ഞു? കാരണം വേറൊന്നുമല്ല, ഒരാഴ്ച ഞങ്ങൾ ടെൻഷനിലായിരുന്നു. കാരണം ഇവൻ്റെ വിസ വന്നിട്ടുണ്ടായിരുന്നില്ല ഇതുവരെ. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ 13-ാം തീയതിക്ക് ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തു. പക്ഷേ വിസ ഇതുവരെ എത്തിയിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ ടെൻഷനിലായിരുന്നു. ഇന്നലെ വൈകിട്ട് ഒരു 5 മണി ആയപ്പോഴാണ് മെസ്സേജ് വന്നു. ഇങ്ങനെ വിസ VFSന് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഡിസ്പാച്ച് ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ട്. അതിനുശേഷം ഭയങ്കര ഹാപ്പിയായി. ഇന്ന് വിസ കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ വളരെ സന്തോഷമായി. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ബ്ലൂ ഡാർട്ടിൻ്റെ ഓഫീസ് ഇവിടെ കോടതിപ്പടി, മണ്ണാർക്കാട് കോടതിപ്പടി ഉണ്ട്. അപ്പോൾ അവിടേക്ക് പോകണമെന്ന് വിചാരിച്ചാൽ രാവിലെ, പക്ഷെ അതൊന്നും വേണ്ടി വന്നില്ല. അവർ രാവിലെ തന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ കൊറിയർ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അത് കുറച്ച് സമയം മുമ്പ് വിസ കിട്ടി. വിസ തുറക്കുമ്പോഴും അതായത് പാസ്പോർട്ട് ചെക്ക് ചെയ്യുമ്പോഴും ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം വിസ റിജക്റ്റ് ആവുമോ എന്താ ഒന്നും അറിയില്ല. ഓൾറെഡി ഞങ്ങൾക്കുള്ള ടിക്കറ്റ് ഞങ്ങൾ രണ്ടുപേർക്കുള്ള ടിക്കറ്റ് ഞങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും വളരെയധികം സമാധാനം, ദൈവത്തിൻ്റെ കൃപ എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും സമാധാനമായി. കാരണം ഇത് ഞങ്ങൾ വിസയ്ക്ക് വെച്ചത്, വിസ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തത് 31-ാം തീയതി ആയിരുന്നു. 31-ാം തീയതി വിസ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് ശരിക്കും പറഞ്ഞാൽ അവർ 15 വർക്കിംഗ് ഡേയ്സാണ് പറയുന്നത്. സ്റ്റാൻഡേർഡ് വിസ ആപ്ലിക്കേഷൻ ആണെങ്കിൽ 15 ദിവസത്തോളം, 15 വർക്കിംഗ് ഡേയ്സാണ് പറയുന്നത്. അതെടുക്കുമായിരുന്നു. അപ്പോൾ എന്തോ ഒരു ലക്കിന് കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ പ്രയോറിറ്റിക്ക് വെച്ച് കഴിഞ്ഞാൽ 5 വർക്കിംഗ് ഡേയ്സ് അവർ പറയുന്നത്. ഞങ്ങൾ സ്റ്റാൻഡേർഡ് വിസ ആപ്ലിക്കേഷൻ ഫോമാണ് ഫില്ല് ചെയ്ത് വെച്ച്. എന്തായാലും ഒരാഴ്ചയ്ക്കുള്ളിൽ ഞങ്ങൾക്ക് വിസ കിട്ടി. അല്ലേ മാമേ? വിസ കിട്ടി വരാം. അങ്ങനെ വിസ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ 13-ാം തീയതി രാവിലെയാണ് ഫ്ലൈറ്റ്. അപ്പോൾ പുലർച്ചെ പോകണം. അപ്പോൾ ഞങ്ങൾ സാധനങ്ങളൊന്നും വാങ്ങിച്ചിരുന്നില്ല. കാരണം ഇവൻ്റെ വിസ വരാത്തത് കാരണം ഒരു ഉറപ്പുണ്ടായിട്ടില്ല, പോകാൻ പറ്റുമോ ഇല്ലേ, അതോ ഇനി ടിക്കറ്റ് നീട്ടേണ്ടി വരുമോ എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു. എന്തായാലും ദൈവം കാത്തു, പോകേണ്ടി വന്നില്ല. ഞാൻ കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ കഴുകി ഉണക്കിയ സാധനങ്ങൾ, ചുക്ക്, മഞ്ഞൾ, കൊണ്ടാട്ടമുളക്, പിന്നെ കറ്റാർവാടി സാധനങ്ങൾ. ഇതെന്താ മേക്കട്ടി തൂക്കിന് കുട്ടിക്കുള്ള കുറേ. ഇതിപ്പോ എന്താ ചെയ്തിരുന്നെ? കഴിഞ്ഞോ? കോറ കഴുകി അരിച്ച് കല്ലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി മിക്സിയിൽ ആട്ടി അത് തുണിയിൽ കെട്ടി ഊറാൻ വെച്ചു അല്ലേ? ഇതാ പൊടിയുടെ കളറാ? ഈ ഒരു കളർ, ഈ ഒരു ചന്ദന കളറ്. അപ്പൊ നാളേക്കാവോ? അല്ല, ഇതിന്റെ പറയാ കൊണ്ടാട്ടമുളക് കാറ്റ് കൊണ്ടുപോയി, കാറ്റ് കൊണ്ടുപോയി.